ഹായ്. അപ്പം ഡൽഹിയിലോട്ട് ഫ്ലൈറ്റ് കയറുവാണ്. മച്ച് എക്സൈറ്റഡ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി, പക്ഷേ ഓടിയാണ് ഫ്ലൈറ്റ് കയറുന്നത്. എല്ലായ്പ്പോഴും ഉള്ളത് കണക്കി തന്നെ നോക്കാം. അതെ അതെ. അപ്പം ബാക്കി ഡൽഹി പോയിട്ട് അങ്ങനെ നമ്മൾ ഡൽഹി ടെർമിനൽ 1 എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങാൻ പോയാണ്. എന്ത് തോന്നുന്നു അഖിൽ? അടിപൊളിയായിരുന്നു. നല്ല എനിക്ക് തോന്നുന്നു ടൈം നമുക്ക് 10 മണിയാണ്. 9:30 ഫ്ലൈറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ടൈമുണ്ട്. അപ്പം ഞങ്ങളത് ഫ്രെയിം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ബാക്കി പോകെ എല്ലാം പറയാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ടെർമിനൽ 1-ലാണ്. IG എയർപോർട്ട്. ഇന്ന് മജന്ത ലൈൻ കയറി നേരെ ഹോസ്കോസിൽ ഇറങ്ങും. അവിടെ നിന്ന് നേരെ ന്യൂഡൽഹി വെക്കും. ഇങ്ങനെ നമ്മൾ പോകണം. ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ മെട്രോയിലോട്ടാണ് പോയത്. നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് IGI മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ അതിൽ കയറി മജന്ത ലൈനാണ് കേട്ടോ. മജന്ത ലൈനിൽ കയറി ഹോസ്കോസ് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം. എങ്കിലേ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ എത്താൻ പറ്റുള്ളൂ. അപ്പം ഹോസ്കോസിൽ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ യെല്ലോ ലൈനിൽ കയറി ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിലോട്ട് എത്തി. ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ബാക്കി ദീപക് പറയും. ദീപക്. അതെ, അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കണം. ഇനി അടുത്തുള്ള പ്ലേസസ് എല്ലാം ഒന്ന് കാണണം. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ തീരുമാനം. നമ്മളപ്പോൾ വഴിയെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരി. ഹായ്. നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. എന്തോ ചിത്രങ്ങളിൽ മാത്രം കണ്ടു ആ ഒരു റെഡ് ഫോർട്ട് ഇപ്പോൾ നമ്മൾ പുറകിലാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. അങ്ങോട്ട് എടുക്കാനായിട്ടുള്ള ഒരു പ്രോബ്ലത്തിൽ പോവുകയാണ്. എടുത്തതിന് ശേഷം ഒന്ന് ഡിസ്കസ് ചെയ്യുക അതിനെപ്പറ്റി പൂർണ്ണമായിട്ട്. റെഡ് ഫോർട്ടിന് പുറത്ത് പ്രൈം മിനിസ്റ്റർ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്ന പ്രധാന സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അകത്തെ കാഴ്ചകളാണ്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റിന് ചിലവായത്. പിന്നെ 1639 ഷാജഹാൻ ചക്രവർത്തിയാണ് ചെങ്കലിൽ പണിത ഈ കോട്ടയുടെ നിർമ്മാണം തുടങ്ങിയത്. 1648 പണി തീർന്നതെന്നാണ് ചരിത്രം. മുഗൾ രാജവംശത്തിൻ്റെ പ്രധാന വാസസ്ഥലമായിരുന്നു ഈ കാണുന്ന ചെങ്കോട്ട. അഖിലേ, എന്താ പറയാനുള്ളത്? എന്തെങ്കിലുമൊക്കെ പറ. എന്താണ് നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ അകത്ത് കയറി. അതെ, കുറച്ച് കാശൊക്കെ കണ്ടു. അപ്പം ഇതിനകത്ത് പോകുന്ന വഴിയിൽ അപ്പുറം ഷോപ്സാണ്. അതെ. അപ്പം നമ്മൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോവുകയാണ്. അത്യാവശ്യം ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ബൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു അതിൻ്റെ മേലോട്ട് നിന്ന് കാണിച്ചു കൊടുത്ത ആ ഒരു ആർക്കിടെക്ചർ തന്നെ വളരെ എന്തോ ഭംഗിയുള്ളതാണ്. ഡിസൈൻസ് ആയാലും ആ ഒരു ട്രഡീഷണൽ ലുക്കിംഗ് എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പൈസ കുറവായി. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഷൂട്ടിംഗ്? ഇറ്റ് വാസ് നൈസ്. യോഗയൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലേ? അതെ, യോഗമാവാതിരുന്നാൽ മതി. എന്താ സാരിയാണോ? പക്ഷെ ആളാണോ?
म्यूजियम ओपन है, खुला है म्यूजियम, लेके म्यूजियम में टिकट है क्या, कितने का है? उत्तरी दक्षिणी धुरी और पूर्वी पश्चिमी धुरी दीवान आग में एक दूसरे को परस्पर विभाजित करती थी। उत्तरी दक्षिणी धुरी शाही भवनों को सार्वजनिक स्थानों से अलग भी करती थी। कहा जाता है कि किले में शाही घराने के लिए कई बाजार थे। इनमें से सबसे आलीशान था छत्ता बाजार। छत्ता बाजार से बाहर निकलते ही आंगन के परे किले का शासकीय प्रवेश द्वार यानी कि नौबत खाना था। नौबत खाना से होते हुए दीवाने आम के दरबार में प्रवेश किया जाता था। यह वह दरबार था जहां प्रजा शहंशाह से मिल सकती थी। शासकीय समारोह और त्योहार भी यहां मनाए जाते थे। दीवाने आम से आगे किले के सभी हिस्सों में शाही परिवार के अलावा किसी का भी प्रवेश वर्जित था। बाग, प्रशासनिक भवन, निवास और मनोरंजन के कक्ष, इन सब में शाही घराने के ही लोग जा सकते थे। ആക്ച്വലി നമ്മൾ അശോക ചക്രയാണ് മൊത്തം കാണുന്നത്. പക്ഷേ നമ്മൾ ഇൻ ആൻഡ് അറൗണ്ട് ഒരു മൾട്ടിപ്പിൾ വിഷൻ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ട്. ഒരു 360 ഡിഗ്രി ആംഗിളിൽ ഫുള്ളായിട്ട് വരുന്നുണ്ട്. നേരത്തെ കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു അതെ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം അകത്തോട്ടുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നും. നമ്മൾ മിററിലോട്ടാണോ ടച്ച് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇല്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. അതെ, എന്തായാലും ഈ അകത്തോട്ട് കയറിയപ്പോൾ ഒരു ചെറുതായിട്ട് ഞാനിപ്പോ ഒരു സംശയം തോന്നും. നമ്മൾ ഈ മിററാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നതെന്നുള്ള ഒരു ചെറിയൊരു ഡൗട്ട് വന്ന രീതിയിൽ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം.